ഹലോ, എല്ലാവർക്കും സ്റ്റഡി ലൈഫിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ നഴ്സിംഗ് ഒക്കെ പഠിക്കാൻ ഭയങ്കര കഷ്ടപ്പെട്ടിരിക്കുന്ന കുറേ കുട്ടികൾ കാണുമായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ എങ്ങനെ ഈ നഴ്സിംഗ് ലൈഫ് മുന്നിലോട്ട് പോകാം, എങ്ങനെ എൻജോയ് ചെയ്ത് പഠിക്കാം എന്നൊക്കെ നോക്കുന്ന ഒരു 5 ടിപ്സിലോട്ടാണ്. അപ്പം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നഴ്സിംഗ് പീരീഡിലൊക്കെ യൂസ് ചെയ്ത് എനിക്ക് കുറേ സക്സസ് ആയി, എന്നെ കുറേ ഹെൽപ്പ് ചെയ്ത ഒരു 5 ടിപ്സാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് സ്റ്റഡി ലൈക്ക് എ നഴ്സ്, നോട്ട് ലൈക്ക് എ റീഡർ. എപ്പോഴും നമ്മൾ പഠിക്കാനെടുക്കുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ഇല്ലാത്ത ടോപ്പിക് ആയിരിക്കും. പക്ഷെ നമ്മളത് എങ്ങനെ ഇൻട്രസ്റ്റഡ് ആക്കുന്നത്, നമ്മൾ ചെയ്യേണ്ട ജോലി എന്താണ് നഴ്സിംഗ്, അതുമായിട്ട് അനുബന്ധപ്പെടുത്തി പഠിക്കുക. നമ്മൾ പഠിക്കുന്ന എല്ലാ സബ്ജക്റ്റും നഴ്സിംഗുമായിട്ട് നല്ല ബന്ധമുള്ള സബ്ജക്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഓരോന്ന് പഠിക്കുമ്പോഴും നമ്മൾ നഴ്സിംഗുമായിട്ട് മാക്സിമം കണക്ട് ചെയ്ത് ഒരു നഴ്സാണെന്നുള്ള രീതിയിൽ ഞാൻ ഇതിലാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ പഠിച്ചു നോക്കുക. അത് ഭയങ്കര ബെനിഫിറ്റ് ആയിരിക്കും. ഫസ്റ്റ് ഇയർ മുതൽ പഠിക്കുമ്പോൾ അനാട്ടമി ആയാലും ഫിസിയോളജി ആയാലും എല്ലാം പഠിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടിൽ വരുന്ന പേഷ്യൻറ്റിന് ഒരു അസുഖം വരുമ്പം ആ ഒരു പാർട്ട് എവിടെയാണ്, അല്ലെങ്കിൽ ആ ഒരു ബോഡിയുടെ ഓർഗൻ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്, ഇതെല്ലാം ഞാൻ അറിഞ്ഞാലേ എനിക്ക് വ്യക്തമായിട്ടുള്ള ഒരു കെയർ കൊടുക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ പഠിക്കാം. രണ്ടാമത്തെ പോയിന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂസ് ടീച്ച് മെത്തേഡ്. അതായത് ഞാൻ എൻ്റെ ഒരു ചെറുപ്പം മുതൽ ഒരു 7ാം ക്ലാസ് മുതലേ ഇത് തന്നെ ഫോളോ ചെയ്തു വരുന്നത്. ഞാൻ ഒരു സാധനം പഠിച്ചിട്ട് എന്ത് ചെയ്യും, ആ ടോപ്പിക്ക് ഞാൻ എൻ്റെ അമ്മയ്ക്കോ അല്ലെങ്കിൽ ഒരു ചെടിക്കോ അല്ലെങ്കിൽ ഒരു പാവക്കുട്ടിക്കോ എന്തിനെങ്കിലും പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അതെൻ്റെ മനസ്സിൽ കയറും. അപ്പോൾ എൻ്റെ സ്വന്തം സെൻറ്റൻസിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. അത് എനിക്ക് ഇവിടെ ആയാലും നഴ്സിങ്ങിൻ്റെ ടോപ്പിക്ക് നിങ്ങൾ ഒരു തവണ വായിക്കുക. വായിച്ചതിന് ശേഷം അത് നിങ്ങളൊരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും, അവർക്കത് മനസ്സിലാവുന്ന രീതിയിൽ എത്രത്തോളം ഒരു മാക്സിമം ലോ ലെവലിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുക. അപ്പോഴത്തേനും അത്രയും സിമ്പിളായിട്ട് നിങ്ങളുടെ ബ്രെയിനിൽ ഉണ്ടാവും ഈ ഒരു ടോപ്പിക്കൊക്കെ സ്റ്റോർ ആയിട്ടിരിക്കും. അടുത്ത പോയിന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നഴ്സിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു സാധനമാണ് ഡിസീസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് നമ്മുടെ മൂന്നാമത്തെ ടെക്നിക്ക്, 4 point rule ഫോർ എനി ഡിസീസ്. 4 point rule ഫോർ എനി ഡിസീസ് എന്ന് പറയുമ്പോഴത്തേന് ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഡെഫിനിഷൻ, കോസ്, സിംറ്റംസ് ആൻഡ് നഴ്സിംഗ് കെയർ. ഈ 4 കാര്യങ്ങൾ എന്തൊക്കെയാ? ഡെഫിനിഷൻ, കോസ്, സിംറ്റംസ് ആൻഡ് നഴ്സിംഗ് കെയർ. ഇപ്പം നമ്മൾ ഡെഫിനിഷൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാത്തോഫിസിയോളജി എഴുതാൻ എളുപ്പമായിരിക്കും. ഏത് ഡിസീസ് കണ്ടീഷൻ എടുത്താലും ഈ ഒരു 4 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കുമ്പോഴും ക്ലാസ്സിലേക്ക് ഇരിക്കുമ്പോൾ ഭയങ്കര ഉറക്കമായിരിക്കും നഴ്സിംഗിൻ്റെ ലെക്ചറൊക്കെ കേൾക്കുമ്പോഴത്തേക്കും. അപ്പോൾ ഉറക്കമൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഞാനൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എനിക്ക് ഭയങ്കര ബെനിഫിറ്റായിട്ട് തോന്നിയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ആ ഒരു ടെക്നിക്കാണെന്ന് പറഞ്ഞാൽ കളേഴ്സ് യൂസ് ചെയ്യുക നോട്ട്സ് എഴുതുമ്പോഴത്തേന്. കളർ യുവർ നോട്ട്സ്, മാക്സിമം ഹൈലൈറ്റേഴ്സും നമ്മുടെ സ്കെച്ചും ഒക്കെ യൂസ് ചെയ്ത് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുക, നോട്ട്സ് ഉണ്ടാക്കുക. അങ്ങനെ നോട്ട്സ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, റിവിഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് ആ നോട്ട്സ് എടുത്താൽ മതി. നിങ്ങൾ ഓൾറെഡി എഴുതിയതാണ് കളറൊക്കെ യൂസ് ചെയ്ത്. നിങ്ങൾക്കൊരു ടെക്നിക്ക് അറിയോ, ബ്ലാക്ക് ആൻഡ് വൈറ്റിനെ കാട്ടി നമ്മുടെ ബ്രെയിനിന് ഏറ്റവും ഇഷ്ടമുള്ള കളർഫുൾ ആയിട്ടുള്ള കളേഴ്സ് ആയിരിക്കും. അങ്ങനത്തെ നോട്ട്സ് ആയിരിക്കും നമ്മളുടെ ബ്രെയിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, കളർഫുള്ളായിട്ട് നല്ല വൃത്തിയായിട്ട് സ്റ്റാർട്ടിങ് മുതലേ നമ്മുടെ ലെക്ചർ നോട്ട് ഉണ്ടാക്കുമ്പോഴേ കളറൊക്കെ യൂസ് ചെയ്ത് എന്ത് ചെയ്യുക, നോട്ട്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് യൂസ് പൊമോഡാറോ ടെക്നിക്ക്. നമ്മൾ എപ്പോഴും പഠിക്കാനൊക്കെ ഇരിക്കുമ്പോൾ എക്സാമിന് ലോങ് ടൈം ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ പഠിക്കുമ്പോഴത്തേന് എന്ത് ചെയ്യുക, നമ്മൾ 25 മിനിറ്റ് വെച്ചിട്ട് പഠിക്കുക. 25 മിനിറ്റ്സ് പഠിക്കുക, 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. വീണ്ടും 25 മിനിറ്റ്സ് പഠിക്കുക, 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. അങ്ങനെ റെഗുലർ ആയിട്ടുള്ള ഇൻ്റർവെല്ലിൽ പഠിക്കുക. ലോങ് ഹവേഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ആർക്കും പറ്റത്തില്ല. അതുകൊണ്ടാണ് സ്കൂൾ ടൈമിലൊക്കെ നമുക്ക് 45 മിനിറ്റ്സ് പീരീഡ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് ബ്രേക്ക് തരുന്നത്. നമ്മൾ ഹ്യൂമൻ ബ്രെയിന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമുണ്ട്. ആ ടൈമിൽ ഭയങ്കര മാക്സിമം ആയിട്ടായിരിക്കും നമ്മുടെ ബ്രെയിൻ ഇരിക്കുന്നത്. ആ ഒരു ടൈമിൽ നമ്മൾ മാക്സിമം പഠിക്കുക. 25 മിനിറ്റ്സ് ആണോ പഠിച്ചത്, അത് വൃത്തിയായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഫോണൊന്നും സ്ക്രോൾ ചെയ്യാൻ പാടില്ല, അല്ലാതെ വേറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരിക്കാൻ പാടില്ല. നമുക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ എടുത്തു വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ വെരി ഗോൾഡൻ ടിപ്സ് എന്നൊക്കെ പറഞ്ഞ് നഴ്സിങ്ങിന് നമുക്ക് ഏറ്റവും ബെനിഫിറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ 5 ടിപ്സ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ജൂനിയറായിട്ട് വന്ന് ഫസ്റ്റ് ഇയറിലൊക്കെ കയറിയ സ്റ്റുഡൻസൊക്കെ കാണും. അവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാം. അവർക്കൊക്കെ ഇത് നല്ല രീതിയിൽ അവരുടെ നഴ്സിംഗ് കാരിയറിൽ തന്നെ നല്ലൊരു മാറ്റം വരുത്താൻ പറ്റുന്ന ഒരു 5 ടിപ്സ് ആയിരിക്കും. ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാൻ. ഞാൻ അതിനൊക്കെ റിപ്ലൈ ഒക്കെ തരുന്നതായിരിക്കും, അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും താങ്ക് യു, നന്ദി, നമസ്കാരം.